ഈ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നമ്മുടെ റെഗുലർ മസാലകൾക്കൊക്കെ പകരം കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഈ മഹാറാണി ചിക്കൻ ഉണ്ടാക്കുന്നത്. ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവറും സംഗതി പൊളിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് മല്ലി, പെരിഞ്ജീരകം, ജീരകം, ഉണക്കമുളക്, കസൂരി മേത്തി, പിന്നെ ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും കൂടെ മിക്സ് ചെയ്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം, പിന്നെ ഏലയ്ക്ക, ജാതിക്ക, പിന്നെ പട്ട, ഗ്രാമ്പു, തക്കോലം എല്ലാം കൂടെ എടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നാരങ്ങ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിരുമ്മി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു കടായ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലും അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 സവാള അത് നമുക്കൊന്ന് വഴറ്റി ഏകദേശം നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. പിന്നെ ഈ പതഞ്ഞു വരുന്നത് അത് വെജിറ്റബിൾ ഓയിലും നെയ്യും കൂടെ മിക്സ് ആയതുകൊണ്ടാണ്. ഇനി അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ അതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത മസാലപ്പൊടിയുമാണ് ഞാൻ ചേർത്തത്. ഇതിൽ മഞ്ഞൾപ്പൊടി തീർച്ചയായിട്ടും ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പുളിയില്ലാത്ത കേർഡ് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറു ചൂടുവെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് നമുക്ക് ചിക്കൻ വേവാനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇനി ചിക്കനൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. കോക്കനട്ട് മിൽക്കിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും ആഡ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളയൊന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് മല്ലിയില കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയും ക്രീമിയുമായിട്ടുള്ള മഹാറാണി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളെല്ലാം അറിയിപ്പിക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.